ലൈറ്റ് ഓൺ ചെയ്തോ കേട്ടോ. അല്ല ഇതില്ല, അതില്ല. ഓക്കെ, ഓൺ ചെയ്തോ വീഡിയോ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ആ ഓക്കെ. നമ്മൾ ഏത് ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കണേ? ഫ്രണ്ടിലോട്ട് കയറി, ഫ്രണ്ടിലോട്ട് കയറി. ഏത് ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കണേ? ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. എവിടെ വരെ പഠിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് എക്സസൈസ് ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ക്വസ്റ്റ്യൻ നമ്പർ 19 വരെ ചെയ്തായിരുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 19 അല്ല, ക്വസ്റ്റ്യൻ നമ്പർ 18 വരെ ചെയ്തായിരുന്നു. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 9 ടെക്സ്റ്റ് ബുക്ക് ഉണ്ടാവില്ലേ? എടുത്തോ? ക്വസ്റ്റ്യൻ നമ്പർ 19 ഒന്ന് വായിച്ചേ. എന്താ പറഞ്ഞേക്കുന്നേ? ഷോ ദാറ്റ് ഓൾ ദ റെക്ടാംഗിൾസ് ഇൻസ്ക്രൈബ്ഡ് ഇൻ എ ഗിവൻ ഫിക്സഡ് സർക്കിൾ. അതായത് ഒരു സർക്കിളില് നമ്മളൊരു റെക്ടാംഗിൾ ഇൻസ്ക്രൈബ് ചെയ്യാണ്. അതിൽ മാക്സിമം ഏരിയ ഉള്ളത് ആർക്കായിരിക്കും? സ്ക്വയറിനായിരിക്കും. അതായത് നമ്മളൊരു റെക്ടാംഗിൾ ഈ ഒരു സർക്കിളിൽ നിന്ന് ഇൻസ്ക്രൈബ് ചെയ്യാണ്. ഇത് മാക്സിമം ഏരിയ വരുന്ന റെക്ടാംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സ്ക്വയർ ആയിരിക്കും എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം എടുത്തേക്കുന്ന എന്താ? ഒരു റെക്ടാംഗിൾ ആണ്. റെക്ടാംഗിൾ ലെങ്തിനെ എൽ എന്നും ബ്രെഡ്ത്തിനെ ബി എന്നും വിളിക്കുക. ഓക്കെ, ഇനി ഇത് റേഡിയസിനെ ഞാൻ എ എന്ന് വിളിക്കുകയാണ്. അപ്പം ഞാനൊരു ഡയഗണൽ വരയ്ക്കുകയാണ്. ഓക്കെ, ഈ തന്നിരിക്കുന്ന നമ്മൾ എടുത്തിരിക്കുന്ന റെക്ടാംഗിളിൽ ഒരു ഡയഗണൽ വരയ്ക്കുകയാണ്. അപ്പോൾ ഈ ഡയഗണൽ എന്ന് പറയുന്നത് സെന്ററിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു സർക്കിളിലെ റേഡിയസ് എന്ന് പറയുന്നത് എ ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഡയഗണലിന്റെ ലെങ്ത് എന്തായിരിക്കും? 2a ആയിരിക്കും. ക്ലിയർ ആണല്ലോ? എഴുതാം. ലെറ്റ് L be the length and B be the breadth of the rectangle Vivek. Hi Vivek. Vivek. Vivek, mic unmute ചെയ്യുക. ക്യാമറ ഓൺ ചെയ്യ്. എൻ്റെ ക്ലാസ്സിൽ വരാതിരുന്നേ? ക്ലാസ്സിൽ വരാതിരുന്ന എന്താ? ഓക്കെ, ക്യാമറ ഓൺ ചെയ്യട്ടാ. ക്യാമറ ഓൺ ചെയ്യും. L be the length and B be the breadth of the rectangle and its diagonal pass through the center. അങ്ങനെയാണെങ്കിൽ ലെങ്ത് ഓഫ് ഡയഗണൽ എന്താണ്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഡയഗണൽ? 2a. ഇനി നമുക്കറിയാം ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തിയറം ഏതാ? പൈതഗോറസ് തിയറം. Therefore by Pythagoras theorem നമുക്ക് എന്തറിയാം? പൈതഗോറസ് തിയറം വെച്ചിട്ട് ബേസ് സ്ക്വയർ പ്ലസ് altitude square equal to hypotenuse square ആണ്. അത് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? L square plus B square equal 2a the whole square, that is L square plus B square equal to 4a square, which implies L എന്താ? L square is equal to B എന്താ? B square എന്താ? 4a square minus L square. Therefore B is equal to root of 4a square minus L square. അല്ലേ?
അപ്പൊ നമുക്ക് ബ്രെഡ്ത്ത് കിട്ടി. ഇനി നമുക്ക് എന്താ വേണ്ടത്? നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? the square has a maximum area. അതായത് ഇവിടെ നമുക്ക് വേണ്ടത് ഏരിയ ആണ് വേണ്ടത് അല്ലെ? ഏരിയ ഓഫ് റെക്ടാങ്കിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? area of rectangle is equal to L into B അല്ലെ? So what is B here? L into root of 4a square minus l square. നമുക്ക് ഇവിടെ ഏരിയ മാക്സിമം ആവണം അല്ലെ? അപ്പൊ എന്താ ചെയ്യണ്ടേ? എന്താ നമ്മൾ സാധാരണ ചെയ്യാ? എ ഡാഷ് അല്ലെങ്കിൽ ഡി എ ബൈ ഡി എൽ ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. വിത്ത് റെസ്പെക്ട് ടു എൽ ആണ് നമ്മൾ ഡെറിവേറ്റീവ് കാണുന്നത്. സോ ഡി എ ബൈ ഡി എൽ എന്താ? ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ അല്ലേ? പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ which is equal to L into ഇതിന്റെ ഡെറിവേറ്റീവ് എന്താ? root of 4a square minus l square ഡെറിവേറ്റീവ് root x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1/2 root x ആണ് അല്ലേ? സോ into 1/2 root of 4a square minus l square. ഇനി എന്താ ചെയ്യണ്ടേ? റൂട്ടിന്റെ ഡെറിവേറ്റീവ് ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ഇനി ഉള്ളിലുള്ള 4a square minus l square ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് 4a square? 4a square ഡെറിവേറ്റീവ് 0 കാരണം അതൊരു കോൺസ്റ്റന്റ് ആണ്. ആൻഡ് minus l square derivative minus 2l plus root of 4a square minus l square dl by dl 1 നോക്ക which is equal to minus 2l square divided by 2 into root of 4a square minus l square plus 4a square minus l square root of 4a square minus l square. ഇതാണ് നമുക്ക് കിട്ടിയ dA by dl. ഇനി എന്താ ചെയ്യണ്ടേ? ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കണം. ഫോർ ദാറ്റ് വി ഹാവ് ടു ഇക്വേറ്റ് dA by dl to 0. Therefore dA by dl equal to 0. ഇത്രയൊന്ന് എഴുതാവോ? വിവേക് എഴുതിട്ടാ. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഏസ് വേണോ? കഴിഞ്ഞോ? ഇനി നമുക്ക് ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാം കേട്ടോ. minus 2l square divided by 2 into root of 4a square minus l square plus
ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യാം? ഇവിടെ നമുക്ക് ഡിനോമിനേറ്റർ ഡിഫറെന്റ് അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ -12² പ്ലസ് 2 ഇൻറ്റു √4a² മൈനസ് എൽ സ്ക്വയർ ഇൻറ്റു √4a² മൈനസ് എൽ സ്ക്വയർ 4a² മൈനസ് എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 √4a² മൈനസ് എൽ സ്ക്വയർ which is equal to -2 into L square plus 4a² minus L square divided by 2 into √4a² minus L square which is equal to -4a² divided by √4a² minus L square. ഇതാണ് നമ്മുടെ dA/dL എന്ന് പറയുന്നത്. ഒരു സെക്കൻഡ്, -2 അല്ലേ നമ്മൾ കോമൺ എടുത്ത്, സോറി +2 ആണ് കേട്ടോ കോമൺ എടുക്കണ്ടേ. അപ്പോൾ 2 കോമൺ എടുക്കുമ്പോൾ ഇവിടെ -L² അല്ലേ വരാ? സോറി -L² minus L². So 4a² minus 4a² minus 2L². ഇങ്ങനെയല്ലേ വരാ? 4a² minus 2L² divided by √4a² minus L². That is our dA/dL. എന്താ ലേറ്റ് ആയേ? നാലരയ്ക്കാ ക്ലാസ്. എവിടെയാ വീട്? ഇനി എന്താ ചെയ്യണ്ടേ? dA/dL equals 0, which implies 4a² minus 2L² divided by √4a² minus L² equals 0, which implies denominator ഇങ്ങോട്ടേക്ക് multiply ചെയ്യുമ്പോഴത്തേക്ക് it will become 0. So what is left? 4a² minus 2L² equal 0, which implies 4a² equal 2L². Cancel ചെയ്യുമ്പോൾ 2 കിട്ടും, which is equal to 2a² equal L². That is L is equal to √2a. ഇങ്ങനെ കിട്ടിയല്ലേ? So L ന്റെ വാല്യൂ √2a എന്നാണ് നമുക്ക് കിട്ടിയത്. That is a critical point. Critical point L is equal to √2a. അത് എഴുതിക്കേ. വിവേക് ക്യാമറ ഓൺ ചെയ്ത് വിവേക്. കഴിഞ്ഞോ? നമുക്ക് എന്താ വേണ്ടത്? ഏരിയ മാക്സിമം ആവണം. അപ്പൊ നമുക്കൊരു ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഇത് പോയിന്റ് ഓഫ് മാക്സിമം ആണോ മിനിമം ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലേ? അത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ ഏത് ടെസ്റ്റാണ് യൂസ് ചെയ്യണേ? ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് യൂസ് ചെയ്യും. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്നത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റ് ആണ്. സോ എന്താ കണ്ടുപിടിക്കേണ്ടത് സെക്കൻഡ് ഡെറിവേറ്റീവ് ടെസ്റ്റിന്? d²a/dL². എന്താ d²a/dL²? dA/dL എന്തായിരുന്നു? d/dL of 4a² minus 2L² divided by √4a² minus L². പറഞ്ഞേ, ഡെറിവേറ്റീവ് എന്താ? ഏത് റൂളാണ് നമ്മളിവിടെ യൂസ് ചെയ്യണേ? കോഷ്യൻ റൂൾ. കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? ഡിനോമിനേറ്റർ ഇൻറ്റു, ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ, ഡിനോമിനേറ്റർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ. ഡെറിവേറ്റീവ് ഓഫ് ന്യൂമറേറ്റർ എന്താ?
4a square derivative 0 minus 4l minus numerator into derivative of denominator root of 4a square minus l square ന്റെ derivative എന്താ 1 by 2 root of 4a square minus l square into ഇനി 4a square minus l square derivative 4a square derivative 0 ആണ് minus 2l divided by denominator square, that is 4a square minus l square. Which is equal to minus 4l into root of 4a square minus l square minus plus 2l into 4a square minus 2l square divided by 2 into root of 4a square minus l square divided by 4a square minus l square. ഇനി എന്താ ചെയ്യണ്ടേ? ക്രോസ് മൾട്ടിപ്ലൈ അല്ലേ? ക്രോസ് മൾട്ടിപ്ലൈ എന്ത് കിട്ടും? 2 into 4 minus 8l into 4a square minus l square plus 2l into 4a square minus 2l square divided by 2 into എന്താ ലേറ്റ് ആയ അറിയില്ലായിരുന്നോ 4:30 ക്ലാസ് ഉണ്ടെന്ന്? 2 into 4a square minus l square the whole raised to 3 by 2. ഇനി എന്ത് ചെയ്യാം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇത് ഈ പോർഷൻ നിങ്ങൾ എഴുതിയായിരുന്നോ? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാം. 4 കിട്ടും. minus 16a square minus plus 4l ശരിയാ ബുക്ക് ആരും ഉണ്ടോന്ന്? എന്താ ലേറ്റ് ആയേ? നിങ്ങൾ രണ്ടിനും കൂടെ ഒരുമിച്ചായിരുന്നോ പുറത്തു പോയത്? minus 16a square plus പെണ്ണില്ല അല്ലേ? ഒന്നും ഇല്ലാണ്ടാ വന്നേക്കണേ. ക്ലാസ്സിൽ തന്നെയാണോ വന്നേ? ഇങ്ങനെ കിട്ടിയില്ലേ? ഇത്രയും ചെയ്താൽ മതിയല്ലോ. അതിന് എന്തെങ്കിലും ക്യാൻസൽ ചെയ്യാനായിട്ടുണ്ടോ? minus 16 plus 4 എന്ന് പറയുമ്പോൾ minus 12a square plus 2l square divided by 4a square minus l square the whole raised to 3 by 2. ഇങ്ങനെയല്ലേ d square a by dl square കിട്ടിയേ? ഇത് നമുക്ക് എന്താ ചെയ്യണ്ടേ? നമ്മുടെ l എത്രയായിരുന്നു കിട്ടിയത് നേരത്തെ? l എത്രയാണ് നമുക്ക് നേരത്തെ കിട്ടിയേ? L is equal to
ഇവിടെ 16 a സ്ക്വയർ എൽ ഇല്ലേ? 16 ഇവിടെ ഒരു എൽ ഉണ്ട് കേട്ടോ. 16 a സ്ക്വയർ എൽ മൈനസ് 4l ക്യൂബ് പ്ലസ് ഇവിടെയും ഒരു എൽ ഉണ്ട്, ആ എൽ നമ്മൾ എടുത്തിട്ടില്ല. 4a സ്ക്വയർ എൽ മൈനസ് 2l ക്യൂബ്. അപ്പോൾ ഇവിടെ ഒരു a സ്ക്വയർ എൽ വരും പ്ലസ് 2l ക്യൂബ്. ഇവിടെ നമുക്കൊരു മൈനസ് 2l കോമൺ എടുക്കാം. അപ്പം എന്ത് കിട്ടും? 6a സ്ക്വയർ മൈനസ് l സ്ക്വയർ ഡിവൈഡഡ് ബൈ 4a സ്ക്വയർ മൈനസ് l സ്ക്വയർ ദ ഹോൾ റേസ് ടു 3/2. ഇനി എന്ത് ചെയ്യാം? എല്ലിന്റെ വാല്യൂ ഇട്ട് കൊടുക്കാം അല്ലെ? എല്ലിന്റെ വാല്യൂ നേരത്തെ നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? ക്രിട്ടിക്കൽ പോയിന്റ് എക്സ് എത്രയായിരുന്നു? എക്സ് ഇസ് ഈക്വൽ ടു √2a യോ? L is equal to √2a. ഇതാണ് നമുക്ക് കിട്ടിയ ക്രിട്ടിക്കൽ പോയിന്റ് അല്ലേ? അത് എന്ത് ചെയ്യണം? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം അല്ലേ? d സ്ക്വയർ a ബൈ dl സ്ക്വയർ ഓഫ് √2a. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും പറഞ്ഞേ? -2 ഇൻറ്റു √2a ഇൻറ്റു 6 ഇൻറ്റു √2a സ്ക്വയർ മൈനസ് 6a സ്ക്വയർ മൈനസ് √2a സ്ക്വയർ ഡിവൈഡഡ് ബൈ 4a സ്ക്വയർ മൈനസ് √2a the whole square the whole raised to 3/2. ഇതിന്റെ വാല്യൂ ഒന്ന് കണ്ടുപിടിച്ചേ. ക്വസ്റ്റ്യൻ നമ്പർ 19. ക്വസ്റ്റ്യൻ നമ്പർ 19 ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ നമ്പർ 19. കുറച്ച് റബ്ബ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. നിങ്ങളത് റെക്കോർഡിങ്സ് നോക്കിയാൽ മതി കേട്ടോ. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇനി വരണത്. 19. ക്വസ്റ്റ്യൻ നമ്പർ 19. Question number 19. Put L is equal to √2a. The value കണ്ടുപിടിക്കാം.
കംപ്ലീറ്റ് ചെയ്തോ? ചെയ്തോ? എന്ത് കിട്ടി? ഈ വാല്യൂ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഗ്രേറ്റർ ദാൻ 0 ആണോ ലെസ് ദാൻ 0 ആണോ? ലെസ് ദാൻ 0 ആണ് അല്ലേ? അപ്പൊ നമുക്ക് എന്ത് പറയാം? എന്ത് പറയാം? L is equal to root 2a എന്ന് പറയുന്നത് എന്താണ്? Is a point of maximum അല്ലേ? d square a by dl square greater than 0, therefore L is equal to root 2a is a point of maximum. Sorry, less than 0 is a point of maximum. ഇനി b എന്താണെന്ന് നമ്മൾ പറഞ്ഞ b is equal to, നോക്കിക്കേ, b ആദ്യം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. b യുടെ വാല്യൂ what was b? root of 4a square minus l square. ഇതാണ് b യുടെ വാല്യൂ. ഇനി substitute the value of l. So when l is equal to root 2a, b is equal to root of 4a square minus l. Root 2a the whole square, that is 2a square, which is equal to root of 2a square, which is equal to root 2a. എഴുതിയോ? നോക്കിക്കേ, L ന്റെ വാല്യൂ root 2a ആണ്, b യുടെ വാല്യൂ root 2a ആണ്. So what you can say about L is equal to b അല്ലേ? Therefore rectangle എന്താണ്? സ്ക്വയർ ആണ്. കിട്ടില്ലേ? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? Therefore the rectangles inscribed in a given fixed circle അല്ലെ, മാക്സിമം ഏരിയ ഉള്ള റെക്ടാങ്കിൾ എന്തായിരിക്കും? സ്ക്വയർ ആയിരിക്കും. Therefore square has maximum area. Hence proved. എഴുതിയോ? നിങ്ങൾ ലേറ്റ് ആയിട്ട് വന്നവർ റെക്കോർഡിങ്സ് നോക്കാട്ടെ, കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലം ആണ്. അത് കഴിഞ്ഞു. സ്കൂളിലെടുത്തായിരുന്നു. കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിവേകന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Question number 20. Show that the right circular cylinder of given surface and maximum volume is such that its height is equal to the diameter of the base. നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? അതായത് given right circular cylinderന്റെ maximum volume maximum ആവണമെങ്കിൽ എന്തായിരിക്കണം? Its height is equal to diameter of the base
അല്ലേ? സോ എന്താ എന്താ നമുക്ക് എടുക്കേണ്ടത്? വോളിയം മാക്സിമം ആണ് അല്ലേ? സോ ലെറ്റ് R be the radius of base, H be the height, of the cylinder. So the radius of the base is R and height is H. അല്ലേ? നമുക്ക് എന്താ? വോളിയം should be maximum. വോളിയം എന്തായിരിക്കണം? മാക്സിമം ആയിരിക്കണം. What is the formula for finding volume? Volume of cylinder? Pi R square H. What is the formula for surface area? Surface area is equal to 2 pi r 2 pi r into r plus h എന്നല്ലേ നമ്മൾ പഠിച്ചേക്കുന്നത്, which is equal to 2 pi r square plus 2 pi r h. ഇങ്ങനെ എഴുതാം അല്ലേ? So let the surface area be S. ഇനി ഇതിൽ നിന്ന് വാട്ട് ഇസ് എച്ച് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് റീഅറേഞ്ച് ചെയ്ത് എച്ച് ഒന്ന് കണ്ടുപിടിച്ചേ. എസ് ഇസ് ഈക്വൽ 2 pi r square plus 2 pi r h. ഈ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എച്ചിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. എച്ചിന്റെ വാല്യൂ കണ്ടുപിടിച്ചേ. is equal to 2 pi RH is equal to S minus 2 pi r square. Therefore H is equal to S minus RH. അല്ലേ? Sorry, 2 pi r, which is equal to S by 2 pi r minus r. കിട്ടിയില്ലേ? H is equal to S by 2 pi r minus r. ഇനി എന്താ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? നമുക്ക് വോളിയം മാക്സിമം ആവണം അല്ലേ? സോ വോളിയം is equal to pi r square h. Hന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? pi r square into S by 2 pi r minus r, which is equal to S by 2 minus pi r cube. ഇങ്ങനെ കിട്ടില്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് വോളിയം മാക്സിമം വേണം. എന്താ ചെയ്യേണ്ടത്? dv by dr. What is dv by dr? S by 2 minus 3 pi r square. ഇനി എന്താ ചെയ്യേണ്ടത്? ഇപ്പൊ ആരും എഴുതണ്ട, ഇവിടെ ശ്രദ്ധിക്കും. ഇനി എന്താ ചെയ്യേണ്ടത്? Equate it to 0. So dv by dr equals 0, which implies S by 2 minus 3 pi r square equals 0. അല്ലേ? Which is equal to S by 2 is equal to 3 pi r square. Therefore r square is equal to S by 6 pi. ഇനി എഴുതിക്കും, ഇത്രയും എഴുതിക്കും.
കഴിഞ്ഞോ? ഇനി എന്താ ചെയ്യണ്ടേ? വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? dv by dr equal to 0 ചെയ്തു. അപ്പോൾ r square is equal to s by 6 നേടി. ഇനി എന്താ ചെയ്യണ്ടേ? we have to find d square v by dr square. എന്താ dv by dr എന്താ? s by 2 minus 3 pi r square. എന്ത് കിട്ടും? s by 2 ന്റെ ഡെറിവേറ്റീവ് എന്താ? 0 minus 3 pi r square. ഡെറിവേറ്റീവ് എന്താ? minus 6 pi r. എങ്ങനെയാ? ഗ്രേറ്റർ ദാൻ 0 ആണോ ലെസ് ദാൻ 0 ആണോ? ലെസ് ദാൻ 0. therefore d square v by dr square less than 0. therefore എന്ത് പറയാം? r square is equal to, അല്ലെങ്കിൽ v has a maximum value അല്ലേ? v has maximum value when r square is equal to s by 6 pi അല്ലേ? ഇനി നമ്മൾ എന്താ ഇവിടെ പ്രൂവ് ചെയ്യണ്ടേ? ഇവിടെ എന്താ നമ്മൾ കാണിക്കണ്ടേ? ഹൈറ്റ് is equal to the diameter of the base അല്ലേ? ഹൈറ്റ് എന്തിനോട് ഈക്വൽ ആയിരിക്കണം? diameter of the base. so h is equal to s minus 2 pi r square by 2 pi r. അല്ലെങ്കിൽ സെക്കൻഡ് ഇക്വേഷൻ എഴുതാം, s by 2 pi r മൈനസ് r. ഇതാണ് നമ്മുടെ h അല്ലേ? നമുക്കിത് എന്താന്ന് കാണിക്കണം? 2r ഈക്വൽ ആണെന്നാ കാണിക്കണ്ടേ അല്ലേ? ഇവിടെ നോക്കിയേ, r square is equal to s by 6 pi. ഇതിനെ നമുക്ക് s എന്താന്ന് പറയാം? s is equal to 6 into pi r square എന്ന് പറയാമല്ലോ. അപ്പൊ എന്ത് കിട്ടും? s ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോ. 6 pi r square by 2 pi r minus r. pi pi cancel, r cancel, 3 which is equal to 3r minus r equal 2r. നമുക്ക് എന്ത് പറയാം? h is equal to 2r. കിട്ടിയല്ലോ. ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? 2 times റേഡിയസ്, അതായത് ഡയമീറ്റർ ഓഫ് ദ ബേസിനോട് ഈക്വൽ ആണ്. therefore height of the cylinder is equal to diameter of the base. അതും കൂടി എഴുതണം കേട്ടോ. കൺക്ലൂഡ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റും കൂടി എഴുതണം. ഇത് പറയണോ ഒന്നും കൂടി? ആർക്കെങ്കിലും പറയണോ? പറയണ്ട. എന്താണ്? ഏത് ഡിഫറൻഷിയേറ്റ് ചെയ്തു? ഇതെങ്ങനെയാ കിട്ടിയ? 2 pi r square plus 2 pi r വെച്ച് ആ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. divided by 2. Two pi r is equal to 4 pi r.
ആ ഇത് ആപ്ലിക്കേഷൻ ആയതുകൊണ്ടായിരിക്കും ഞാൻ ചെയ്തത്. ആ അതായത് നമ്മളോട് പറഞ്ഞേക്കുന്ന മാക്സ് ഇപ്പൊ ഇത് ഓക്കെ, നമ്മളോട് എന്താ ചെയ്യാൻ പറഞ്ഞേക്കുന്നത്? മാക്സിമം ഏരിയ വരണം എന്നല്ലേ പറഞ്ഞേക്കുന്നത്? മാക്സിമം വോളിയം എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്, അത് നമ്മൾ അപ്ലൈ ചെയ്തിട്ടില്ലല്ലോ. അല്ല, ഇത് ഏതിനകത്താണ് അപ്ലൈ ചെയ്തത്? ഫസ്റ്റ് ഡെറിവേറ്റീവിലല്ലേ? ആ ഫസ്റ്റ് ഡെറിവേറ്റീവിലല്ലേ? ഫസ്റ്റ് ഡെറിവേറ്റീവ് 0 ഇക്വേറ്റ് ചെയ്തപ്പോ അതെങ്ങനെ അത് കിട്ടി? 0 ഇക്വേറ്റ് ചെയ്യുമ്പോഴല്ലേ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടുന്നത്. അല്ല, ഇത് എവിടെന്നാ കിട്ടിയതെന്ന് പറഞ്ഞേ? അത് വോളിയത്തിന്റെ ഇക്വേഷൻ അല്ലേ? dv/dr. അപ്പൊ dv/dr 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്തു. ഓ, എന്നിട്ട് ഇതിനകത്ത് എസിന്റെ വാല്യൂ ഇട്ട് കൊടുത്തു, അങ്ങനെ ചെയ്തു. അതിപ്പോ ഏതാണെങ്കിലും കുഴപ്പമില്ല, കാരണം എന്ന് പറഞ്ഞാല് dv/dr 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്ത് നമ്മൾ എന്തിന്റെ വാല്യൂ കണ്ടുപിടിക്കും? ആറിന്റെ വാല്യൂ കണ്ടുപിടിക്കും. ആ ആറിന്റെ വാല്യൂ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഈ വാല്യൂ കണ്ടുപിടിക്കുന്നത്. അല്ല, ഇവിടെ ചെയ്തിരിക്കുന്നത് അങ്ങനെ തന്നെയല്ലേ? അത് തന്നെയല്ലേ ചെയ്തേക്കുന്നത്? ഇതിനകത്ത് ഇവിടെ എന്താ ആറിന്റെ വാല്യൂ സെപ്പറേറ്റ് കണ്ടുപിടിച്ചു. അതിപ്പോ ഏതാണെങ്കിലും കുഴപ്പമില്ല, നമ്മൾ രണ്ടും ചെയ്തേക്കുന്നത് സെയിമാ. കാരണം എന്ന് പറഞ്ഞാല് ഇവിടെ dv/dr ഈക്വൽ ടു 0 എന്നുള്ളത് ഇതിനകത്തോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, എന്നിട്ട് എസിന്റെ വാല്യൂ ഇതെടുത്തു, അങ്ങനെയല്ലേ ചെയ്തേ? അപ്പൊ അത് രണ്ട് സെയിം ആണ്, ഓർഡർ മാറിപ്പോയി എന്നുള്ളതല്ലേ ഉള്ളൂ. അത് തന്നെയല്ലേ നമ്മൾ അവിടെ ചെയ്തേക്കുന്നത്. r², അവിടെ ആറിന് പകരം r² എടുത്തു. അവിടെ എച്ചിനകത്തോട്ടാണ് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തത്, അതിപ്പോ കുഴപ്പമില്ല. അതാണത്. കംപ്ലീറ്റ് ചെയ്തോ? പ്രഭവ് വന്നില്ല ഇന്ന്, എന്തുപറ്റി? പ്രഭവ് വയ്യ? Question number 21. Of all the closed cylindrical cans of a given volume of 100 cubic centimeters, find the dimensions of the can which has the minimum surface area. എന്താ തന്നിരിക്കുന്നത്? So we have cylindrical cans അല്ലേ? Cylindrical cans ആണുള്ളത്. So let R be the radius of the cylinder and h be its height. So what is given? Volume is given as 100. So what is the formula for finding volume? Pi r square h. Pi r square h is equal to 100. So from this, what is the value of h? H is equal to 100 by pi r square. ഇനി എന്താ നമ്മളോട് പറഞ്ഞേക്കുന്നത്? മിനിമം സർഫസ് ഏരിയ. സർഫസ് ഏരിയ എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. വാട്ട് ഇസ് ദ ഫോർമുല ഫോർ ഫൈൻഡിങ് ദ സർഫസ് ഏരിയ? 2 pi r into r plus h, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, or 2 pi r square plus 2 pi rh. So this is a formula for finding s.
അല്ലേ? ഇനി എന്താ ചെയ്യേണ്ടത്? വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ സച്ച് ദാറ്റ് എസ് ഇസ് മിനിമം അല്ലേ? സോ ഡി എസ് ബൈ ഡി ആർ. വാട്ട് ഇസ് ഡി എസ് ബൈ ഡി ആർ? 4 pi r plus 2 pi h. ഇവിടെ തന്നെ നമുക്ക് എച്ചിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം കേട്ടോ. എച്ചിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എച്ചിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 2 pi r square plus 2 pi r into 100 by pi r square. Pi pi cancel, r cancel. So 2 pi r square plus 200 by r. So this is s. അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? ds by dr. What is ds by dr? 4 pi r plus 1 by r derivative എന്താ? minus 1 by r square, which is equal to 4 pi r minus 200 by r square. ഇനി എന്താ ചെയ്യണ്ടേ? ds by dr equal to 0 implies 4 pi r minus 200 by r square equals 0, which implies 4 pi r equal 200 by r square. 4 and 200 can be cancelled, we will get 50. So r cube is equal to 50 by pi. R is equal to 50 by pi raised to 1 by 3. ഇനി എന്താ ചെയ്യണ്ടേ? ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി. നെക്സ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഡി സ്ക്വയർ എസ് ബൈ ഡി ആർ സ്ക്വയർ. എന്താ ഡി സ്ക്വയർ എസ് ബൈ ഡി ആർ സ്ക്വയർ? ഡി ബൈ ഡി ആർ ഓഫ് ദിസ് വൺ. ഇതിനെ 4 pi r മൈനസ് ഇതിനെ 200 r raised to minus 2 എന്ന് എഴുതാമല്ലോ, ചെയ്യാനായിട്ടുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട്. സോ d square s by dr square is equal to 4 pi minus plus r raised to minus 3, which is equal to 4 pi plus 200 by r cube, which is ഇനി എന്താ? d square s by dr square of 50 by pi raised to 1 by 3, which is equal to 4 pi plus 200 divided by 50 by pi raised to 1 by 3, which is greater than 0. അല്ലേ? So d square s by dr square greater than 0. Therefore s has minimum value. നമുക്ക് minimum value അല്ലേ വേണ്ടേ? Minimum value when r is equal to 50 by pi the whole raised to 1 by 3. നമുക്ക് r കിട്ടി. ഇനി കറസ്പോണ്ടിങ് h വാല്യൂ കണ്ടുപിടിക്കണം. h is equal to, so when r is equal to 50 by pi the whole raised to 1 by 3, h is equal to 100 by pi r square, which is equal to 100 by pi into r square. 50 by pi the whole raised to 2 by 3. ഇത്ര എഴുതാം കേട്ടോ. ഇത്രയും ചെയ്തേ. d square
മനസ്സിലായി. ഫോർ പൈ പ്ലസ് 400 r raised to minus 3 വരും അല്ലേ? ഡെറിവേറ്റീവ് ഓഫ് x raised to n എന്താ? nx raised to n minus 1 അല്ലേ? അല്ലാതെ ഇന്റഗ്രേഷൻ. ശരിയാണ്, 400 ആണ് കേട്ടോ. r raised to minus ന്റെ ഡെറിവേറ്റീവ് -2r അല്ലേ? ഒരു -2 യുടെ മൾട്ടിപ്ലൈ ഉണ്ടേ, 400 ആണ് കേട്ടോ വരുന്നത്. അത് കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്യണം. പറ്റുമോ നോക്കും ഒന്നും കൂടെ സിംപ്ലിഫൈ ചെയ്യാനായിട്ട്. കംപ്ലീറ്റ് ചെയ്താ ഇവിടെ വരെ കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും? കംപ്ലീറ്റ് ചെയ്തില്ലേ? റബ്ബ് ചെയ്യാലോ. ജ്യോതിസ് കഴിഞ്ഞോ? വിവേക് കഴിഞ്ഞോ? വിവേകിന്റെ സൗണ്ട് ഒന്നും കേൾക്കണില്ലല്ലോ. Next question number 22. Important question ആണ്. A wire of length 28 meter is to be cut into 2 pieces. One of the pieces is to be made into a square and the other into a circle. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? ഒരു വയർ ഉണ്ട്. ഇതിന്റെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയാ? 28 മീറ്റർ ആണ്. One of the pieces is to be made into a square. ഇത് രണ്ട് പീസസ് ആയിട്ട് കട്ട് ചെയ്യാം അല്ലേ? ഒരു പീസ് വെച്ചിട്ട് നമുക്കൊരു സ്ക്വയർ ഉണ്ടായിരിക്കണം, and we have to use the other for making a circle. What should be the length of 2 pieces so that the combined area of the square and the circle എന്തായിരിക്കണം? മിനിമം ആയിരിക്കണം. ഓക്കെ, നമ്മുടെ കണ്ടീഷൻ എന്താ? രണ്ട് സർക്കിളിന്റെ ഏരിയ പ്ലസ് സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് മിനിമം ആയിരിക്കണം. സോ ലെറ്റ് ദിസ് ബി x. ഇത് x ആണെങ്കിൽ ഇത് എത്രയായിരിക്കും? 28 minus x. So let x be the length of first part and 28 minus x be
the length of second part. First part is used for making square. First part വെച്ചിട്ടാണ് നമ്മൾ square ഉണ്ടാക്കിയത്, and using second part we made circle. So what is the perimeter of square? What is the perimeter of square here? Square ന്റെ perimeter എത്രയായിരിക്കും? Square ന്റെ perimeter 4 അല്ല, ഈ കേസിലെ perimeter പറഞ്ഞാൽ മതി. 4x ആണോ? നമ്മൾ ഈ എക്സ് യൂസ് ചെയ്തിട്ടാണ്, ഈ എക്സ് എന്ന് പറയുന്ന എക്സ് ലെങ്ത് ഉള്ള വയർ ബെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ സ്ക്വയർ ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ 4 സൈഡിന്റെയും കൂടെ ലെങ്ത് ആഡ് ചെയ്യുമ്പോൾ എത്രയാ കിട്ടുക? എക്സ് അല്ലേ? ഈ എക്സ് ലെങ്ത് ഉള്ള വയർ അല്ലേ നമ്മൾ സോ പെരിമീറ്റർ ഓഫ് സ്ക്വയർ ഇസ് എക്സ്. Then what will be side of square? Yes, one side of square is equal to x by 4. Now what is the perimeter of circle? 28 minus x. അതായത് 28 minus x എന്ന് പറയുന്നത് എന്താ? 2πr ആണ് അല്ലേ? 2πr is equal to 28 minus x. So what will be r? R is equal to 28 minus x by 2π. ഇത്രയും എഴുതിക്കേ. എഴുതിയോ? കംപ്ലീറ്റ് ചെയ്തോ? പെട്ടെന്ന് കഴിഞ്ഞോ? ഇനി നമുക്കിവിടെ എന്താ വേണ്ടേ? ടോട്ടൽ ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കണം? മാക്സിമം ആയിരിക്കണം. സോ ലെറ്റ് ക്യാപിറ്റൽ T be the total area. ക്യാപിറ്റൽ T എന്തായിരിക്കും? വാട്ട് ഇസ് ദ ഏരിയ ഓഫ് സ്ക്വയർ? സ്ക്വയറിന്റെ ഏരിയ എന്താ? സൈഡ് സ്ക്വയർ പ്ലസ് ഏരിയ ഓഫ് സർക്കിൾ പൈ ആർ സ്ക്വയർ. ഇവിടെ സൈഡ് എത്രയാ? എക്സ് ബൈ 4. സോ സൈഡ് സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ബൈ 16 പ്ലസ് പൈ ഇൻറ്റു ആർ സ്ക്വയർ 28 minus x by 2π the whole square, which is equal to x square by 16 plus pi into 28 minus x the whole square by 4π square. Okay, ഇനി എന്താ ചെയ്യണ്ടേ? dt by dx. എന്താ dt by dx? 2x by 16 plus
പറഞ്ഞു കിട്ടിയില്ലേ? ഇനി ഇക്വേറ്റ് ദിസ് ടു 0. ഇക്വേറ്റ് ചെയ്തിട്ട് വാല്യൂ കണ്ടുപിടിച്ചേ, എക്സിന്റെ വാല്യൂ. എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചേ. ഈ സൈഡ് റബ്ബ് ചെയ്തോട്ടെ, ഈ സൈഡ് റബ്ബ് ചെയ്തോട്ടെ. എയ്റ്റ് ബൈ ഏതാണ്? കിട്ടിയോ? x is equal to 112 divided by 5 plus 4. കിട്ടിയോ? സാറയ്ക്ക് കിട്ടിയോ? ജ്യോതിസിന് കിട്ടിയോ? ചെയ്തോണ്ടിരിക്കുവാണ്. പ്രണവിന് കിട്ടിയോ? കിട്ടിയോ ബിലാലിന്? ആ ചെയ്തു.
കിട്ടിയോ? കിട്ടിയോ? ജ്യൂസിന് കിട്ടിയോ? കിട്ടി. ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? എക്സിന്റെ വാല്യൂ കിട്ടി. നെക്സ്റ്റ് നമ്മൾ എന്താ ചെയ്യണ്ടേ? ഡി സ്ക്വയർ ടി ബൈ ഡി എക്സ് സ്ക്വയർ. നമുക്ക് എന്താ വേണ്ടത്? ടോട്ടൽ ഏരിയ മിനിമം ആണോ മാക്സിമം ആണോ വേണ്ടത്? ക്വസ്റ്റ്യൻ നോക്ക്. മിനിമം ആണോ മാക്സിമം ആണോ? മിനിമം ആ വേണ്ടത് അല്ലേ? സോ ഡി സ്ക്വയർ ടി ബൈ ഡി എക്സ് സ്ക്വയർ. എന്താ ഡി സ്ക്വയർ ടി ബൈ ഡി എക്സ് സ്ക്വയർ? This is a dt by dx. So d by dx of 2x by 16 minus 28 minus x by 2 pi, which is equal to 2 by 16 minus 1 by 2 pi into minus 1, which is equal to 1 by 8 plus 1 by 2 pi. So this is our d square t by dx square. നമുക്കിനി എന്താ കണ്ടുപിടിക്കണ്ടേ? d square t by dx square of 112 by pi plus 4. അതായത് എക്സിന്റെ പ്ലേസിൽ ഇത് കൊടുക്കുക. ഇവിടെ എക്സിന്റെ ടേംസ് ഒന്നും ഇല്ല. സോ ദ സെയിം തിങ്, 1 by 8 plus 1 by 2 pi. ലെസ് ദാൻ 0 ആണോ ഗ്രേറ്റർ ദാൻ 0 ആണോ? ഗ്രേറ്റർ ദാൻ 0. Therefore എന്ത് പറയാ? t has മാക്സിമം ആണോ മിനിമം ആണോ? മിനിമം വാല്യൂ at x equal 112 divided by 5 plus 4. Okay, അപ്പം നമുക്ക് ഒരു ലെങ്ത് കിട്ടി x ആണ്. What is the next length? Therefore the required length കിട്ടിയോ? ഈ രണ്ട് വാല്യൂസ് ആണോ കിട്ടിയത്? ആണോ ജ്യോതിഷ്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. വിവേകിന് കിട്ടുന്നുണ്ടോ? Question number 23. Prove that
that the volume of the largest cone that can be inscribed in a sphere of radius capital R is 8 by 27 of the volume of the sphere. What is the question? The volume of the largest cone that can be inscribed in a sphere of radius R. So this is a sphere of radius capital R. We are inscribing the largest cone out of this. So we had to show that volume of cone is equal to 8 by 27 of volume of sphere. ഇതാണ് നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത്. വോളിയം ഓഫ് കോൺ എന്ന് പറയുന്നത് എന്താണ്? 8 by 27 ഓഫ് വോളിയം ഓഫ് സ്ഫിയർ. ഇതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇനി വോളിയം ഓഫ് സ്ഫിയർ എന്താ? 4/3 പൈ ആർ ക്യൂബ്. ഇതാണ് നമുക്ക് കാണിക്കേണ്ടത്. അതിന് വേണ്ടി എന്ത് ചെയ്യാം? സെന്റർ O, H, let this be capital R, let this length be X. Let OC equal to X, radius OB equal to R, height H is equal to OA plus OC, which is equal to R plus X. ഇനി ഇവിടെ നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ അല്ലേ കിട്ടിയേക്കുന്നത് അല്ലേ? Therefore R square is equal to X square plus BC square എന്ന് എഴുതാലോ. R square is equal to X square plus BC square. Now what is BC square? R square minus X square. Therefore BC is equal to root of R square minus X square. So we got the value of BC. BC എന്ന് പറഞ്ഞാൽ എന്താ? Base radius. ഇനി നമുക്ക് എന്താ വേണ്ടത്? വോളിയം ഓഫ് ദ കോൺ അല്ലേ? What is volume of the cone? What is the formula for finding volume of cone? 1/3 pi R square H, which is equal to 1/3 pi into R എന്ന് പറയുന്നത് ആരാ? കോണിന്റെ ബേസ് റേഡിയസ് അല്ലേ? അതാരാ ഇവിടെ? BC ആണ്. BC into H, which is equal to 1/3 pi into BC എത്രയാ? root of R square minus X square. The square into H. H എത്രയാ? R plus X, which is equal to 1/3 pi into R square minus X square into R plus X. Which is equal to 1/3 pi into R square into R plus X minus X square into R plus X, which is equal to 1/3 pi into R cube plus R square X minus R X square minus X cube. So this is our volume.
ഉറക്കം വരുന്നുണ്ടോ പ്രണവ്? എഴുതിക്കേ, വോളിയത്തിന്റെ ഇക്വേഷൻ കിട്ടി 1/3 പൈ ഇൻറ്റു ആർ ക്യൂ പ്ലസ് ആർ സ്ക്വയർ എക്സ് മൈനസ് ആർ എക്സ് സ്ക്വയർ മൈനസ് എക്സ് ക്യൂ. കഴിഞ്ഞോ? എത്ര എഴുതി കഴിഞ്ഞോ? 20 ദിവസം കഴിഞ്ഞോ? ആ വേഗം എഴുതി. OA റേഡിയസ്, ഇത് സെന്റർ ആണ്. ഇതെന്ന് പറയുന്ന റേഡിയസ് അല്ലേ? അല്ലേ, റേഡിയസ് ഓഫ് ദ സർക്കിൾ അല്ലേ? കംപ്ലീറ്റ് ചെയ്തോ? ഇനി എന്താ, വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? ആ ഡി വി ബൈ ഡി എക്സ്. എന്ത് കിട്ടും? എത്രയാണ് ഇതിന്റെ വോളിയം, ഇതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞേ? ഉറക്കെ പറ. ആ 1/3 പൈ. ഡെറിവേറ്റീവ് ഓഫ് ആർ ക്യൂബ് 0 പ്ലസ് ആർ സ്ക്വയർ. ഡെറിവേറ്റീവ് ഓഫ് ആർ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് ആർ സ്ക്വയർ എക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആർ സ്ക്വയർ മൈനസ് 2rx കഴിഞ്ഞോ? ഇൻറ്റു 2x അവിടെ നിന്ന് കിട്ടിയ മൈനസ് എക്സ് ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്താ? എക്സ് 3x ആണോ? 3x മൈനസ് 3x സ്ക്വയർ. ഇതാണ് നമ്മുടെ ഡി വി ബൈ ഡി എക്സ്. അതായത് 1/3 പൈ ഇൻറ്റു ആർ സ്ക്വയർ മൈനസ് 2rx മൈനസ് 3x സ്ക്വയർ. ഇതാണ് നമ്മുടെ ഡി വി ബൈ ഡി എക്സ്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? Equate this to 0. That is dv by dx equal to 0 implies 1/3 pi r square minus 2rx minus 3x square equal to 0. ഈ കോൺസ്റ്റന്റ് ടേമിനെ ഇങ്ങോട്ടേക്ക് എടുക്കുക, ക്യാൻസൽ ആയി പോകും, which implies r square minus 2rx minus 3x square equal 0. Which implies r square equal 2rx plus 3x square. Taking x common, we will get 2r plus
3x. അപ്പൊ ഇതിനെ നമുക്ക് എക്സിന് എടുക്കാൻ പറ്റില്ല. എന്ത് ചെയ്യണം? ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് അല്ലേ? So we can write this as 3x square plus 2rx minus r square equal to 0. ഈ ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്ത് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ചേ. സ്പ്ലിറ്റിംഗ് ദ ഡെൽറ്റ മെത്തേഡോ ഏത് മെത്തേഡ് വേണമെങ്കിലും യൂസ് ചെയ്യാം. കിട്ടിയോ? എന്ത് കിട്ടി? എങ്ങനെയാ സ്പ്ലിറ്റ് ചെയ്ത്? കേട്ടില്ല. ആ ഓക്കെ. ത്രീ ആർ എക്സ് minus rx minus r square equals 0, which implies 3x common എടുക്കാം. So x plus r minus r common എടുക്കാം. So x plus r equals 0. ഇനി ഇവിടെ എന്ത് കോമൺ എടുക്കാം? x plus r common എടുക്കാം. So 3x minus r equal to 0, which implies ഒന്നെങ്കിൽ x plus r equals 0 or 3x minus r equals 0, which implies x is equal to minus r or x equal r by 3. രണ്ട് വാല്യൂസ് കിട്ടി. ഇനി ഈ എക്സ് എന്നൊക്കെ പറയുന്നത് എന്താ? ഇവിടുത്തെ ലെങ്ത് ആണ്. അത് എപ്പോഴെങ്കിലും നെഗറ്റീവ് ആക്കും? ഇല്ല. ഇത് കിട്ടിയോ? ഈ ആൻസർ കിട്ടിയോ? കിട്ടിയോ? എക്സിന്റെ വാല്യൂസ് രണ്ടെണ്ണം കിട്ടിയോ? So x is equal to minus r is not possible. Therefore x is equal to r by 3. ഇനി എന്താ നെക്സ്റ്റ് സ്റ്റെപ്പ്? ഇപ്പൊ നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി. ഇനി എന്താ ചെയ്യണ്ടേ പറ? സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം അല്ലേ? ഡി സ്ക്വയർ വി ബൈ ഡി എക്സ് സ്ക്വയർ എന്താ? ഡി ബൈ ഡി എക്സ് ഓഫ് 1/3 പൈ ഇൻറ്റു ഡെറിവേറ്റീവ് എന്താ?
കിട്ടിയോ? ഇത് തന്നെയല്ലേ കിട്ടിയ? ഇനി എന്താ ചെയ്യണ്ടേ? ഡി സ്ക്വയർ വി ബൈ ഡി എക്സ് സ്ക്വയർ ഓഫ് ആർ ബൈ ത്രീ. നമ്മുടെ എക്സ് എന്ന് പറയുന്നത് ആർ ബൈ ത്രീ അല്ലേ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ലെസ് ദാൻ 0. therefore എന്ത് പറയാം? therefore v is maximum at x is equal to r by 3. നമുക്ക് എന്താ പ്രൂവ് ചെയ്യണ്ടേ? മാക്സിമം വോളിയം അല്ലെ? മാക്സിമം വോളിയം ഇസ് ഈക്വൽ ടു 8/27 ഓഫ് വോളിയം ഓഫ് സ്ഫിയർ എന്നാ പ്രൂവ് ചെയ്യണ്ടേ. സോ വാട്ട് ഈസ് ദ വോളിയം? വോളിയത്തിന്റെ ഇക്വേഷൻ എന്താ പറയും? വൺ ബൈ ത്രീ ആറിന്റെ വാല്യൂ എത്രയാ? ആറിന്റെ വാല്യൂ കൊടുത്തില്ല. എച്ചിന്റെ വാല്യൂ എത്രയാ? എച്ചിന്റെ വാല്യൂ ആർ പ്ലസ് എക്സ് is equal to 1/3 pi into r square എന്താ? ആ ശരി ശരി ശരി. സ്മോൾ ആർ ആണല്ലേ? ഒരു സെക്കൻഡ്. വോളിയം ഓഫ് കോൺ ഇസ് ഈക്വൽ ടു 1/3 pi r square h. r എന്ന് പറയുന്നത് ബി സി ആണ്. ബി സി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ. ബി സിയുടെ വാല്യൂ പറഞ്ഞേ. Here r is equal to bc is equal to root of capital R square minus x square. h എത്രയാ? h is equal to capital R plus x അല്ലേ? which is equal to r plus r by 3 which is equal to 4r by 3. Substitute ചെയ്യാ. അപ്പൊ വോളിയം is equal to 1/3 pi into r square, that is r square minus x square. x square എത്രയാ? r square by 9 into h. h എന്ന് പറയുന്നത് 4r by 3 which is equal to pi by 3 into 9r square minus r square 8r square by 9 into 4r by 3 which is equal to 8 4 so 32. 32 pi r cube divided by 9 to 3 27. 27 to 3 81. ഇതാണ് കിട്ടിയത്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ട എന്താ? വോളിയം ഓഫ് ദ കോൺ എന്ന് പറയുന്നത് 8/27 ഇൻറ്റു വോളിയം ഓഫ് ദ സ്ഫിയർ ആണെന്നല്ലേ? അതായത് 8/27 ഇൻറ്റു വോളിയം ഓഫ് ദ സ്ഫിയർ എന്ന് പറഞ്ഞാൽ എത്ര? 4/3 pi r cube അല്ലേ? 4/3 pi r cube എന്ന് പറഞ്ഞാൽ എത്രയാ? 8 4 32. 27 into 3 81 pi r cube. ഇത് തന്നെയല്ലേ നമുക്ക് കിട്ടിയത്? is equal to 8/27 into volume of
സ്ഫിയർ. കിട്ടിയില്ലേ? ഹെൻസ് പ്രൂവ്ഡ്. കംപ്ലീറ്റ് ചെയ്തോ? ജ്യോതിസ് കംപ്ലീറ്റ് ചെയ്തോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയേ. 24th ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ നമ്പർ 24. വിവേകിന് ക്ലിയർ ആണോ? ഒരു സെക്കൻഡ്. വിവേക് ഒരു മിനിറ്റ്. പുറത്തോട്ട് പോയാ ഫോൺ വേണമല്ലോ, ഇതിന്റെ ചാർജ് തീർന്നു. വേറെ ഫോണില്ലേ?
Exercise number 24 മനസ്സിലായോ? ചെയ്യുവാണോ? Show that the right circular cone of least curved surface area and given volume has an altitude equal to √2 times the radius of the base. Let R be the radius and H be the height of the cone. നമുക്കിവിടെ എന്താ പ്രൂവ് ചെയ്യേണ്ടത്? CSA ലീസ്റ്റ് ആയിരിക്കണം ആൻഡ് ഓൾട്ടിറ്റ്യൂഡ് ഈസ് ഈക്വൽ ടു √2R. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇവിടെ തന്നിട്ടുള്ളൊരു കാര്യം എന്താ? വോളിയം കോൺസ്റ്റന്റ് ആണ് തന്നിട്ടുണ്ട് അല്ലേ? ഗിവൺ volume is constant. So V is equal to, what is the formula for finding the volume of the cone? 1/3 pi r square h. So h is equal to 3V by pi r square. അല്ലേ, ഇതൊരു കോൺസ്റ്റന്റ് ആണ് അല്ലേ? Then we can call 3V by pi നമുക്ക് k എന്ന് വിളിക്കാം, കോൺസ്റ്റന്റ് ആയതുകൊണ്ട്. ഇവിടെ വോളിയം കോൺസ്റ്റന്റ് ആണ്, 3 കോൺസ്റ്റന്റ് ആണ്, പൈ കോൺസ്റ്റന്റ് ആണ്. സോ ഐ എം എന്താ റീപ്ലേസിംഗ് ദിസ് കോൺസ്റ്റന്റ് ബൈ എ ടേം k. Since 3V by pi is a constant, therefore h is equal to k by r square. ഇനി what is the formula for finding CSA of cone? കോണിന്റെ CSA pi r l. CSA of cone is equal to pi r l. L ന്റെ ഇക്വേഷൻ എന്താ? L ന്റെ ഇക്വേഷൻ എന്താ? L is equal to, ഇവിടെ ഇതാണ് L അല്ലേ? സോ L is equal to √h square plus r square, which is equal to substitute ചെയ്യാം. Therefore CSA is equal to pi r into √h square plus r square, which is equal to pi r into √h k square by r raised to 4 plus r square. Sorry, pi r n. R square, okay, which is equal to pi r into √k square plus r raised to 6 divided by r raised to 4, which is equal to pi r divided by r square into √k square plus r raised to 6, which is equal to pi by r into √k square plus r raised to 6. ഇത്രയും കിട്ടിയോ? ഇനി നെക്സ്റ്റ് എന്താ നമ്മൾ ചെയ്യണ്ടേ? ഇവിടെ നോക്കാം, CSA നമുക്ക് S എന്ന് വിളിക്കാം. എസിന് സ്ക്വയർ റൂട്ട് ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ചെയ്യാനായിട്ട് കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. അത് കാരണം നമ്മൾ സ്ക്വയർ ചെയ്യുക, അതിനെ Z എന്ന് വിളിക്കുകയാണ്. ഓക്കെ, ലെറ്റ് Z
be the square of s. അപ്പോൾ z എന്താ? z is equal to pi square by r square into k square plus r raised to 6. ഇനി എന്താ ചെയ്യണ്ടേ? ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം അല്ലേ? സോ ഡി സെഡ് ബൈ ഡി ആർ എന്തായിരിക്കും? ഡി ബൈ ഡി ആർ ഓഫ് പൈ സ്ക്വയർ ഇൻറ്റു ബൈ ആർ സ്ക്വയർ. ഡിനോമിനേറ്റർ ഇങ്ങനെയല്ലേ കിട്ടിയ ഡി സെഡ് ബൈ ഡി ആർ? This is dz by dr. എഴുതി കഴിഞ്ഞോ? കംപ്ലീറ്റ് ചെയ്തോ?
കഴിഞ്ഞു. ഇത്രയായിട്ട് കംപ്ലീറ്റ് ചെയ്തോ? ബാക്കി ബാക്കി നിങ്ങൾക്ക് തനിയെ കംപ്ലീറ്റ് ചെയ്യാമോ? ഡി സെഡ് ബൈ ഡി ആർ വരെ കിട്ടി. ഇനി ഇക്വേറ്റ് ഡി സെഡ് ബൈ ഡി ആർ ടു 0. ഡി സെഡ് ബൈ ഡി ആറിനെ എങ്ങോട്ടേക്ക് ഇക്വേറ്റ് ചെയ്യണം? 0യിലേക്ക് ഇക്വേറ്റ് ചെയ്യാം. ബാക്കി ചെയ്തോളൂല്ലോ. ബാക്കി ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരണം കേട്ടോ. കഴിഞ്ഞോ? കിട്ടി. ഗ്രേറ്റർ ദാൻ 0 ആണ് മിനിമം. ഏതാണ്? ബാലൻസ് ഹോംവർക്ക് ആയിട്ട് ചെയ്തിട്ട് വരാം കേട്ടോ.